പ്രേമം സിനിമ ചോർന്ന സംഭവം നിർണായക വഴിത്തിരിവിലേക്ക് മാസ്റ്റർ ഡിസ്ക് പരിശോധിച്ചതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. സിനിമ ചോർന്നത് അണിയറ പ്രവർത്തകരിൽ നിന്നാണെന്നാണ് സൂചന. സെൻസർ കോപ്പിയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത എഡിറ്ററെ കണ്ടെത്തി. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ശാന്തിവിള ദിനേശ്, ഒപ്പം ചലച്ചിത്ര നിരീക്ഷകനും നിരൂപകനും കൂടിയായ ശ്രീ ഫക്രുദ്ദീൻ അലി, ഒപ്പം പ്രേമം സിനിമയുടെ വിതരണക്കാരൻ ശ്രീ ഷാജി നടേശൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഏറ്റവും ആദ്യം ശ്രീ ശാന്തിവിള ദിനേശിലേക്ക്. ശാന്തിവിള ദിനേശ്, ഇപ്പോൾ ചലച്ചിത്ര മേഖല ഒട്ടാകെ ഈ വിവാദം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇന്ന് ചില സൂചനകൾ വരുന്നത്. ചലച്ചിത്രത്തിൻ്റെ പ്രേമത്തിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഈ ഇൻ്റർനെറ്റിലേക്ക് ഈ ചിത്രം എത്തുന്നതിന് ഇടയാക്കിയത് എന്ന്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയായിരുന്നില്ല? അങ്ങനെയല്ല, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ്റെ നേരെ ചാനലുകളിൽ പത്രങ്ങളിൽ മുഴുവൻ ചിലർ വന്നിരുന്ന് ഇങ്ങനെ കഴിഞ്ഞ ഒരു മാസമായി ഇതിനെ ചർച്ച ചെയ്യുമായിരുന്നു. ഉണ്ണികൃഷ്ണനാണ് ഇതിലെ പ്രതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ പലരെയും ഇതുപോലെ സെൻസർ ബോർഡിനെ അടക്കം ഒരുപാട് പേരെ പ്രതിയാക്കി. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെയുള്ള യഥാർത്ഥ ആൾക്കാരിലേക്ക് ഇത് പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരോഗ്യകരമായ ഒരു അന്വേഷണം തന്നെയാണ്. പ്രേമം സിനിമയുടെ വിതരണക്കാരൻ ശ്രീ ഷാജി നടേശൻ കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷാജി നടേശൻ, അൻവർ റഷീദാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവാണ്, പരാതിക്കാരൻ. പക്ഷേ സിനിമയിൽ കുറേ കാലമായി ഇൻ്റർനെറ്റിലേക്ക് എത്തുന്ന രീതികളൊക്കെ അറിയാവുന്ന സിനിമാക്കാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് പരാതിയും വന്നിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ ശാന്തിവിള ദിനേശ് തന്നെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിലേക്ക് അവസാനം എത്തുന്നുവെങ്കിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇതിന് കാരണക്കാർ എന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ സത്യത്തിലേക്ക് എത്തുന്നതിൽ സന്തോഷിക്കുന്നു ശാന്തിവിള ദിനേശിനെ പോലുള്ളവർ. താങ്കളും അങ്ങനെ തന്നെയാണോ ഈ അവസ്ഥയിൽ? അങ്ങനെയാണെങ്കിൽ ഈ സംശയം അൽഫോൻസ് എന്ന സംവിധായകനിലേക്ക് വരെ എത്താം. ശ്രീ ഷാജി നടേശൻ, സംവിധായകനിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുന്ന ഒരു രീതിയിലും ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. പക്ഷെ ഇതിന്റെ കൈകാര്യം ചെയ്ത രീതികളിൽ ഞങ്ങളെപ്പോലെ ഇപ്പോൾ ഞങ്ങൾ ഡബിൾ ബാരൽ എന്നുള്ളൊരു സിനിമയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ എല്ലാ സ്റ്റുഡിയോകളിലും ഞങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ട്. പല ആൾക്കാരുടെ കയ്യിൽ ഞങ്ങളുടെ മെറ്റീരിയൽ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് ഇത് എവിടെ നിന്നും ചോരാം. ആരും ഇത് മനഃപൂർവ്വം അല്ലാതെ കൂടി ഈ തമാശക്കായിട്ടും അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ഇത് ഡീൽ ചെയ്യുന്ന ഭാഗമായിട്ട് ഇത് ചോരാമെന്നുള്ളൊരു പേടി ഞങ്ങൾ എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. മലയാള സിനിമ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യന്മാരെയും ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് എല്ലാ ദിവസവും നമുക്ക് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പ്രേമം എന്ന സിനിമയ്ക്ക് മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ എവിടെയെങ്കിലും ഒക്കെയുള്ള ആരെങ്കിലും ഏതെങ്കിലും ലെവലിൽ നിൽക്കുന്നവരിൽ നിന്നൊക്കെ ഇത് വേണമെങ്കിൽ പോകാം. അത്രയ്ക്ക് കെയർലെസ് ആയിട്ടാണ് സിനിമയുടെ DVD-യും അതല്ലെങ്കിൽ മറ്റ് എക്യുപ്മെൻറ്റുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അത്ര പ്രൊഫഷണലായിട്ടല്ല എന്നുള്ളത് കുറേ ദിവസങ്ങൾ കൊണ്ട് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൂചന ഇപ്പോൾ നേരത്തെയുള്ള ചില തെളിവുകൾ ഒക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സംവിധായകനും മറ്റൊരു സംവിധായകൻ കൂടിയായ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ശ്രീ അൻവർ റഷീദും കൂടി ഉണ്ടായ ഒരു തർക്കമുണ്ട്. ഇതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടെന്നാണ് ആ വരുന്ന വാർത്തകളിൽ കാണുന്നത്. അതായത് വലിയ കോടികൾ നേടിയ സിനിമ, ഇതിൻ്റെ എല്ലാമായ സംവിധായകന് വളരെ കുറച്ച് മാത്രം പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു തർക്കം. ആ തർക്കം 10-30 കോടികൾക്ക് അപ്പുറമുള്ള വലിയ കഥകളിലേക്ക് എത്തുന്നുവെങ്കിൽ അതുകൂടി അന്വേഷിക്കണം. അതുകൂടിയാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ അണിയറ പ്രവർത്തകരിലേക്ക് സൂചന വരുമ്പോൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ ഷാജി നടേശൻ? തീർച്ചയായിട്ടും അത് അന്വേഷണം വരുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇത് ഈ രണ്ട് വ്യക്തികളെയും തമ്മിൽ അടുത്തറിയാവുന്ന ആരും ഇങ്ങനെ ഒരു പ്രചരണം വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ടുപേരും സിനിമയുടെ കാര്യത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരും വളരെ സൗഹൃദത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ചിന്തിക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും മോശമായ ഒരു ടോക്ക് പോലും അൻവർ റഷീദും അൽഫോൺസ് പുത്രനും തമ്മിൽ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെയും. അവർ തമ്മിൽ അത്രയും സൗഹൃദത്തിലും അത്രയും സ്നേഹത്തോടു തന്നെയാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പണത്തിന്റെ പങ്കുവയ്ക്കൽ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അവർ തമ്മിൽ തീരുമാനിക്കേണ്ടതാണ്. അത് എന്തായാലും അവരുടെ ഇടയിൽ അങ്ങനെ ഒരു പിണക്കം വരേണ്ട ഒരു കാരണങ്ങളും നിലവിൽ രംഗത്തില്ല. അത് സിനിമ എന്നപ്പോ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ട് അസുഖാലുക്കളും കൂടുതലാണ്. തിരിച്ചെത്താം ശ്രീ ഷാജി നടേശൻ. ശ്രീ ശാന്തിവിള ദിനേശ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീ ഷാജി നടേശൻ പറയുന്ന അർത്ഥത്തിൽ അൻവർ റഷീദും ശ്രീ അൽഫോൺസും തമ്മിൽ വളരെ സൗഹൃദത്തിലും ഒക്കെയാണ് തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല എങ്കിൽ ഇപ്പോൾ അങ്ങ് തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങയോടൊപ്പമുള്ള അങ്ങയുടെ സഹപ്രവർത്തകരൊക്കെ കേട്ട ആ ഒരു ആരോപണം ഒക്കെ
ഇപ്പോൾ പോലീസ് പറയുന്ന സൂചനകളിലേക്ക് പോകുമ്പോൾ സത്യത്തിലേക്ക് എത്തുന്നു എന്നൊരു ദീർഘനിശ്വാസത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ? അല്ല, പോലീസ് ഫൈനലിൽ എത്തട്ടെ, കാര്യങ്ങൾ എത്തട്ടെ. ഇത് സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ ഡീറ്റെയിലേക്ക് മാറിയപ്പോൾ ഇത് ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്ന പലയിടത്താണ്. നമ്മുടെ പണ്ടത്തെ പോലെ ഒരു സ്റ്റുഡിയോയിലല്ല നടക്കുന്നത്. അപ്പോൾ ഇത് ഒരു ക്യാമറയുടെ കളർ കറക്ഷന് പോകുന്ന പോലും 20 ദിവസമൊക്കെയാണ് കളറിൻ്റെ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 20 ദിവസത്തിനിടയിലൊക്കെ വേണമെങ്കിൽ ഇതൊരു പെൻ ഡ്രൈവിലേക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് അറിയാവുന്ന ആളല്ലേ അൻവർ റഷീദിനെ പോലെ ഒരു സംവിധായകൻ കൂടിയായ നിർമ്മാതാവ്? അദ്ദേഹം പിന്നെ എന്തിന് പരാതിപ്പെടില്ല? അൻവർ റഷീദിന് ഇതിൻ്റെ മുന്നിൽ എപ്പോഴും കയറി ഇരിക്കാൻ പറ്റില്ല. ഇല്ല, പക്ഷേ അതറിയാതെ അയാളൊരു നല്ല പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഈ സംവിധായകനും കൂടി ആയതുകൊണ്ട് അയാൾ ഒരിക്കലും ഈ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ആയാലും ഇതിൻ്റെ ആയാലും നിർമ്മാണത്തിലൊന്നും കൈകടത്തുന്ന ഒരാളല്ല. നല്ല പ്രൊഡ്യൂസർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം പൂർണ്ണമായും സംവിധായകനെ ഏൽപ്പിച്ചിട്ട് അയാൾ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണോ അത് മാത്രമേ അൻവർ ചെയ്യാറുള്ളൂ എന്നാണ് എല്ലാവരും. ദിനേശ്, താങ്കൾ കൂടി സംവിധായകൻ കൂടിയാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ അൽഫോൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പുതിയ രീതിയിൽ ഡിജിറ്റൈസ് ചെയ്യപ്പെട്ട സിനിമ ആയതുകൊണ്ട് വരുന്ന ഈ പല സ്ഥലത്തേക്ക് ഇത് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടി ഈ സംവിധായകൻ മനസ്സിലാക്കി അതിന് തടയിട്ട് സുരക്ഷ ഒരുക്കി മുന്നോട്ട് പോകേണ്ടിയിരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോരുത്തർ നടക്കും. ഇപ്പോൾ ക്യാമറമാൻ നോക്കേണ്ട കളർ കറക്ഷൻ നടക്കുന്നിടത്ത് ക്യാമറമാൻ ആയിരിക്കും പോകുന്നത്. ഈ ഒരു ക്രൂ വർക്ക് ചെയ്യുമ്പോൾ അതിൽ എല്ലാവരും വിശ്വസിക്കാനേ സംവിധാനം കഴിയും. അല്ലാതെ A to Z കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കടന്ന് എല്ലാം നിർമ്മാതാവൻ സംവിധായകനെ വിശ്വസിക്കുന്നത് പോലെ സംവിധായകനും മറ്റു പലരെയും തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പരാതി വരാൻ പാടില്ല. അത് സിനിമ മൊത്തത്തിൽ ഈ കറക്റ്റ്നെസ്സിലേക്ക് പോകേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതെങ്ങനെ തടയാമെന്നുള്ള ഭാവിയിലേക്കുള്ള ചിന്ത. അത് ഈ പ്രേമം ഒരു വലിയ ചൂണ്ടുവലയായി. ഇപ്പം നിങ്ങൾക്ക് അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയും. ഇപ്പം സെൻസസ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ, ആ സെൻസസ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ ഇതിൻ്റെ ഒരു കോപ്പി കൊണ്ടുപോയി വീട്ടിലിട്ട് കണ്ടാണ് സീൻ ബൈ സീൻ ഷോട്ട് ബൈ ഷോട്ട് എഴുതുന്നത്. അയാളിലൊരു 6-7 ദിവസം ഈ പെൻ ഡ്രൈവ് അയാളായിരിക്കുന്നത്. ഒരു സത്യസന്ധനല്ലാത്ത ഒരാളാണെങ്കിൽ അയാളിൽ നിന്ന് വേണമെങ്കിൽ ചോർന്ന് പോകാം. ഇതുപോലെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഡീറ്റലൈസ് ചെയ്തതിന് ശേഷം വളരെ എളുപ്പമായി മാറുന്ന ഒരു സിനിമ പ്രോസസ്സിങ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സെൻസസ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളിനെ അവിശ്വസിക്കാൻ പറ്റുമോ? ശ്രീ ഫക്രുദ്ദീൻ അലി, അങ്ങനെയാണെങ്കിൽ ഈ വിവാദം ഇത്രയധികം രൂക്ഷമായ അവസ്ഥയിൽ സിനിമാ പ്രവർത്തകർ തമ്മിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥ, സെൻസർ ബോർഡ് പോലും പൂട്ടിവെക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഇനി ഞങ്ങൾ ഇത് കുറച്ച് ദിവസമായി സെൻസർ ചെയ്യുന്നില്ല, പിന്നെ പലരും ഇടപെട്ട് അതിലേക്ക് വരേണ്ടി വരുന്നു. ഇത് ഇങ്ങനൊരു അവസ്ഥയിലേക്കാണ് സിനിമ എത്തിപ്പെട്ടതെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അല്ല, ഇതിൽ ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ. എനിക്ക് ഈ അന്വേഷണം ഈ രീതി നടക്കുന്നത് വലിയ സന്തോഷമുള്ള ആളാണ്. കാരണം എനിക്ക് വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാണ് 3 വിദ്യാർത്ഥികളെ ബലിയാടാക്കിക്കൊണ്ട് ഈ അന്വേഷണത്തിൽ വൻ തോക്ക് രക്ഷപ്പെട്ടു പോകുമെന്ന് ഭയന്നിരുന്ന ഒരാളാണ് ഞാൻ. ആ കുട്ടികൾ ചെയ്തതിന് ഞാൻ ന്യായീകരിക്കില്ല, അവർക്ക് അതിൻ്റെ ശിക്ഷയും കൊടുക്കണം. കാരണം ഒരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അറ്റത്തേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പോകുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം വിദ്യാസംഘടന ഉയർത്തിപ്പിടിക്കാത്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില വെറുപ്പ് അവരോട് തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നത് നല്ല സൂചനയാണ്. അതിന് എൻഡിലേക്ക് തന്നെ പോകും. രണ്ടാമത്തെ കാര്യം, ഈ സിനിമാ ഫീൽഡിലുള്ള നമ്മൾ ആളുകൾ ചേട്ടൻ തന്നെ അറിയാം 3 രീതിയിൽ തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് നമുക്കറിയാം. ഒന്ന്, ഇതിനൊരു പാഷനായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത് ഒരു കച്ചവടമായി എടുക്കുന്ന ആളുകളുണ്ട്. മൂന്നാമത് ഇത് ഒരു വെറും തൊഴിലായി എടുക്കുന്ന ആളുകളുണ്ട്. ഈ പാഷനായിട്ട് എടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ചോർത്താനും പറ്റില്ല. അവർ തോക്കിൻ്റെ മുന്നിൽ നിന്ന് വിപ്ലവാദീനെ പോലെ പറയും പറ്റില്ല എന്ന് പറയും. പക്ഷേ ഞാൻ പറഞ്ഞ ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് താരതമ്യേന കൂടുതലുള്ളത്. അവർ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾ കൊടുക്കാതിരിക്കുകയാണ് ഒരു നിർമ്മാതാവും സംവിധായകനും ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ബി ഉണ്ണികൃഷ്ണൻ ഒരിക്കലും ഒരു ചർച്ചയിൽ എന്നോട് പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ ഹിറ്റായ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, മടമ്പി അല്ല, അതിനുശേഷം വന്ന സിനിമ, പോലീസ് ഓഫീസറായിട്ടുള്ള ആ സിനിമ. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് പിന്നെ ഇതിൻ്റെ സെൻസർ കോപ്പി അന്ന് മദ്രാസിലായിരുന്നു പോലും ചെയ്തിരുന്നത്. അത് ഇവിടുന്ന് കൊടുത്തു വിട്ടത് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറുടെ കയ്യിലാണ്. അപ്പോൾ സെൻസർ കോപ്പി അവിടെ എത്തിയില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവസാനം അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ഈ ഡ്രൈവറുടെ പോക്കറ്റിലുണ്ടായിരുന്നു, സീറ്റിൻ്റെ കവറിലുണ്ടായിരുന്നു. ഈ രീതി തികച്ചും അമച്വറാണ് നമ്മുടെ സിനിമാ രംഗം. ഈ രീതി ഡിജിറ്റൈസ് ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ ഏത് രീതിയിലും സിനിമ നമുക്ക് ചോർത്താം. ഈ ഒരു ബോധ്യത്തോടുകൂടി നിർമ്മാതാ സംവിധായകൻ ഇടപെടുന്നു. രണ്ടാമത്തെ കാര്യം, സെൻസർ ബോർഡിന്റെ കയ്യിൽ നിന്ന് സിനിമ പെൻഡ്രൈവിൽ കോപ്പി ചെയ്യുന്നു എന്നാണ് ഇന്ന് വന്ന വേറെ ന്യൂസ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ കേസിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സെൻസർ ബോർഡിന്റെ കാര്യം വരുന്നത്. ശ്രീ ഷാജി നടേശൻ, അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ, ഇത്തരം ഡിജിറ്റൈസ് ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒക്കെ ആയ ആളുകൾ പാഷനിലുള്ളവരാണ് എല്ലാം എന്ന് കരുതിക്കൊണ്ട് ഈ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ കേസിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ആരാണ് അതിൻ്റെ പ്രതി? സെൻസർ ബോർഡാണോ, അതോ സംവിധായകനാണോ, അതോ ഇതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിംഗ് നടന്ന പലരും ഉണ്ട്? ഇപ്പോൾ നേരത്തെ ശ്രീ ശാന്തിയോട് പറഞ്ഞതുപോലെ തന്നെ
ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സ്റ്റുഡിയോയെ സംശയിച്ചു. പ്രിയദർശന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സ്റ്റുഡിയോ ചെന്നൈയിൽ ഇതിന്റെ പ്രോസസ്സിംഗ് മറ്റൊരു തട്ടിൽ നടന്നിട്ടുണ്ട്, അവിടെ സംശയങ്ങൾ വന്നു. ഇങ്ങനെ എല്ലാവരെയും സംശയിപ്പിക്കുന്ന അർത്ഥത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? നിങ്ങൾ ഇടപെടണ്ടേ ഇതിനകത്ത്? യഥാർത്ഥ തർക്കം അറിയാവുന്നവർ നിങ്ങളല്ലേ? ഇവരെ എല്ലാവരും സംശയിക്കണോ? അപ്പോ അങ്ങനെ ഒന്നും പറയാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇത് എല്ലാവരെയും ഇതുമായിട്ട് വർക്ക് ചെയ്ത് എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യൽ മീൻസ് എല്ലാവരും നിങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇത് എന്താണ് ഡീറ്റെയിൽ ഇത് ഈ ഫിലിമിന്റെ ഇത് ഡാറ്റാസ് കൈകാര്യം ചെയ്ത് എങ്ങനെയെന്ന് എല്ലാവരിൽ നിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പൊ ആരുടെങ്കിലും ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെ ഈ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിന്റെ ഒരു അന്വേഷണത്തിലൂടെ മുന്നോട്ട് വരും. നമ്മൾ പോലീസിൽ അത്രയും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. പോലീസിന് നന്നായിട്ട് അറിയാം ഇതിപ്പോ കേസ് അന്വേഷിച്ചിട്ട് പ്രേമ സിനിമയെ വേറെ സാമ്പത്തികമായിട്ട് ഒരു രീതിയിൽ രക്ഷിക്കാനില്ല. മുന്നോട്ടുള്ള മലയാള സിനിമകൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി വരണം. പക്ഷേ ശ്രീ ഷാജി നടേശൻ അങ്ങനെ പറഞ്ഞ് ജനറലൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ ഇനിയിപ്പോ ഭാവി മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രേമം സിനിമ അതുമായി ബന്ധപ്പെട്ട് മറ്റ് പലരെയും പ്രതിസ്ഥാനത്ത് നിർത്തി അവരെല്ലാം കുറ്റവാളികളാണെന്ന് മലയാള സിനിമയിലെ വമ്പന്മാരെ വരെ നിർത്തി പറഞ്ഞിട്ട് ഇനി അതെല്ലാം മാറ്റി നിർത്തി നമുക്ക് ഒരു ഭാവിയെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ആരാണ്? പറയൂ, ആരാണ്? സെൻസർ ബോർഡാണോ? വിസ്മയ മാക്സ് ആണോ? അതോ പ്രിയദർശന്റെ ഇതാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള നിങ്ങളുടെ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവുമാണോ? പറയൂ, തുറന്നു പറയൂ. അയ്യോ, അങ്ങനെ ഒരിക്കലും അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന സ്ഥാപനങ്ങളല്ല. ഈ ബി ഉണ്ണികൃഷ്ണന്റെ സ്ഥാപനം എന്ന് പറയുന്ന വിസ്മയ മാക്സ് സ്റ്റുഡിയോയിലാണ് എന്റെ ഡബിൾ ബാരൽ എന്നുള്ള സിനിമയുടെ എല്ലാ ഫുട്ടേജും കിടക്കുന്നത്. അവർ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരു സ്റ്റുഡിയോ, മിക്സിംഗ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ട് സിനിമ ചോരുന്ന അത്രയും നിസ്സാരമായിട്ട് അവരത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അവരുടെ ആ സ്ഥാപനത്തിന് അത് ബാധിക്കും. അത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് ആരൊക്കെയോ എവിടേക്കോ ആരോപണം ഉന്നയിച്ചെങ്കിലും അത് ഞങ്ങൾ ശക്തിയായിട്ട് അത് എതിർക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കാരും ആ സ്ഥാപനം പൂട്ടുന്ന രീതിയിലേക്ക്. ശരി, നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ ഇവരാരുമല്ല. ഞാൻ ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ഇപ്പൊ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ സംവിധായകനല്ല, നിങ്ങളുടെ നിർമ്മാതാവല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡിയോ എഡിറ്റിംഗ് ടേബിളുമായി ബന്ധപ്പെട്ട ആളുകളെ പറയരുത്, ഇവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, എല്ലാവരും നല്ലവരാണ്, ഇതെല്ലാം സമ്മതിച്ചു. പക്ഷേ പ്രതിയെ കണ്ടെത്തണ്ടേ? അതിലേക്ക് മാത്രം ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇതിങ്ങനെ എത്ര ദിവസം ഈ ഒളിച്ചുകളി നടത്താൻ പറ്റും? ശ്രീ ശാന്തിവിള ദിനേശ്, ഇപ്പം ഈ പറഞ്ഞത് മനസ്സിലാകുന്നത് നമുക്ക് സെൻസർ ബോർഡിൽ പോലും കൊടുത്ത സിനിമകൾ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ സിനിമകളെല്ലാം പെൻഡ്രൈവിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ വേണമെങ്കിലും ചോരാം. ഇവിടെ 3 കുട്ടികൾ പലരും പറയുന്നത് പോലെ ഇത് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പോൾ എല്ലാം പ്രതികൾ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം വരുന്നത്. നാട്ടിലെല്ലാം പ്രേമത്തിൻ്റെ സിഡിയും ബാക്കി കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ട്. ഇൻ്റർനെറ്റിലേക്ക് മറ്റു പലരും ഇത് അപ്ലോഡ് ചെയ്തവരും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ 3 കുട്ടികളിലേക്ക് വരുന്നു. അപ്പോഴും പ്രൊഡ്യൂസർക്ക് അറിയില്ല, ഡയറക്ടർക്ക് അറിയില്ല ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളെപ്പോലുള്ളവർക്ക്. അവിടെ ഒരു റിഫ്രഷർ കോഴ്സ് നടത്തേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു പല ലാബുകളിൽ നടക്കുന്ന ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ സെൻസർ കോപ്പി എന്ന് എഴുതിയ ഒരു DVD-യിൽ നിന്ന് എന്താ പറയുക 16 വയസ്സ് പോലും തികയാത്ത കുട്ടികളുടേക്ക് ഇത് എത്തുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളെ തീർച്ചയായിട്ടും അത് അറസ്റ്റ് ചെയ്ത് ഭയങ്കര ക്രൂവലായിപ്പോയി. അവിടെ എത്തിച്ച ആളുകൾ അല്ല, ഈ അവയർനെസ് ആവശ്യമാണ്. കാരണം ഈ കാലം മാറുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ഒരു നല്ല വില കൂടിയ ഒരു ഫോൺ ഉണ്ടെങ്കിൽ പോലും 2 സിനിമയോ 3 സിനിമയോ റെക്കോർഡ് ചെയ്യാൻ, സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാൻ, നല്ല ഡീറ്റെയിൽ ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ വർക്ക് നടക്കുന്ന പല പ്രോസസ്സായി നടക്കുമ്പോൾ അതിന് ശക്തമായ ഒരു എന്താ പറയുക ചട്ടക്കൂട് ഉണ്ടാവണം എന്നുള്ളൊരു താക്കീതാണ്. പക്ഷേ അതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ താക്കീത് കൊടുക്കുന്നത് നിങ്ങൾ ആർക്കാണ്? ഈ ഗവൺമെൻറ് കാര്യങ്ങൾ ഇടപെടണം, അല്ലെങ്കിൽ പോലീസ് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസിനും ഗവൺമെൻറ്റിനൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. സിനിമ കാശ് മുടക്കുന്ന നിർമ്മാതാവും ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടറും ഇത് വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോകളും വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. യെസ്, അവിടെയാണ് ശ്രീ ഷാജി നടേശൻ, അതായത് ശാന്തിവിള ദിനേശ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരല്ല, പോലീസല്ല ഇതിനകത്ത് ഉത്തരവാദിത്തം കൂടുതൽ കാണിക്കേണ്ടത്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ മാറുകയാണ്. ഈ സിനിമയുടെ പ്രേമത്തിൻ്റെ കാര്യത്തിൽ ഈ അവസ്ഥ വരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതും ഇതേ അവസ്ഥയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം ആരാണ് എന്താണെന്ന് പറയാൻ അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി അന്വേഷിച്ചോളൂ എന്ന് അങ്ങേപ്പോലുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ ഇതാ എന്ന് പറയാനായി നിങ്ങൾക്ക് പറ്റുന്നില്ല. ഷാജി നടേശൻ, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കണ്ണു തുറന്നൊരു സംഭവം, ഞങ്ങൾ ഇത് അത്ര കെയർഫുൾ ആയിട്ടല്ല, അത്രയും സുരക്ഷിതത്വത്തോടു കൂടി അല്ല ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നതെന്നുള്ള സത്യം ഞങ്ങൾ തീർച്ചയായിട്ടും സമ്മതിക്കുന്നുണ്ട്. ഇത് ചോരാനുള്ള ഒരുപാട് വാതിലുകൾ ഞങ്ങൾ തന്നെ തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ പല ടെക്നീഷ്യന്മാരെയും ടെക്നീഷ്യൻ അസിസ്റ്റൻസിനെയൊക്കെ തുറന്ന് കണ്ണുമടച്ച് വിശ്വസിച്ച് പല മെറ്റീരിയലും ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ മലയാള സിനിമയിൽ മൊത്തത്തിലുണ്ട്. അതിന് അപ്പൊ ഇതിപ്പോ ഫോറിൻ സിനിമകൾ നമുക്ക് നന്നായിട്ട് അറിയാം. 2 ദിവസം 3 ദിവസം കൊണ്ട് നെറ്റിൽ വരുന്നു.
അപ്പൊ സിനിമയുടെ ഒരു പുതിയ ടെക്നോളജി വളർന്നതിനൊപ്പം നമുക്ക് വളരാൻ പറ്റിയിട്ടില്ല എന്നുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പലരും വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനത്തിനുള്ളിലിരുന്ന് എല്ലാവരെയും ലോക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ. ഷാജി നടേശൻ, അതായത് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിൽ, ഇതെല്ലാം ഇങ്ങനെയാണ് സിനിമയിൽ നടക്കുന്നത്, ഈ ഒരു പരാതി എന്തുകൊണ്ട് വന്നു എന്നാണ് അപ്പോൾ എല്ലാവർക്കും സംശയം. ഇതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെ പരാതി കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം എന്നുള്ളൊരവസ്ഥയിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതൊരു സൂചനയാകട്ടെ എന്ന് മാത്രമാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു താക്കീതായി നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി ഈ കേസൊക്കെ എങ്ങനെയോ പോകട്ടെ, ഇനി ഭാവിയിൽ സൂക്ഷിക്കുക, അത് മാത്രമാണോ നിങ്ങളിപ്പോൾ പറയുന്നത്? ഒരിക്കലുമല്ല. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളിയെ രംഗത്ത് കൊണ്ടുവരുന്നത് വരെ ശക്തമായി ഞങ്ങൾ പോലീസിനൊപ്പം നിൽക്കുകയാണ്. പോലീസിന്റെ ചുമതലയാണ്. ഇപ്പൊ ഇത് കേസായി, അതിന്റെ കേസ് അന്വേഷണത്തിൽ പ്രഗത്ഭരായ ആൾക്കാർ പങ്കെടുത്ത് കേസ് അന്വേഷിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് അവരാണ് കുറ്റവാളി, ഇവരാണ് കുറ്റവാളി. അങ്ങനെയാണെങ്കിൽ ഈ കേസ് എങ്ങനെയാണ് അവസാനം കണ്ടുപിടിക്കാൻ സാധിക്കുക? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുക? അല്ല, ഇപ്പം നമ്മൾ ഈ കേസിന്റെ ഒരു ഗതി നോക്കുന്ന സമയത്ത് ഇത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യമൊക്കെ ഞാൻ തന്നെ ഈ ഷാജി നടേശനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി പതിവ് പോലെ തന്നെ അടുത്ത സിനിമയിലേക്ക് കടക്കാൻ മറ്റു വഴിയില്ല. പക്ഷേ ഇതല്ല. ഇതിപ്പോൾ അടുത്ത അണിയറ പ്രവർത്തകരിലേക്കാണ് അന്വേഷണം നീങ്ങുന്നു. അതുപോലെ തന്നെ സെൻസർ ബോർഡ് ചോരുന്നതിനെ പറ്റിയുള്ള വിവരം കിട്ടുന്നു. അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവാകാൻ പോകുന്ന ഒരു കേസ്, ഒരു വാട്ടർ ഷെഡ് ആയിരിക്കും ഈ കേസ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ശ്രീ ശാന്തിപ്രഭ ദിനേശ്, അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻനിരയിൽ നിൽക്കുന്ന പല സ്റ്റുഡിയോകളും പല സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഇതിനകം തന്നെ സംശയത്തിന്റെ മുൾമുനയിലും കേൾക്കാവുന്ന ആരോപണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. അതിന്റെ പരിഹാരം, ആരോപണങ്ങൾ കേട്ട് കഴിഞ്ഞാലൊന്നും ഒരു അർത്ഥമില്ല. കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ വിസ്മയ മാക്സിൻ്റെ കാര്യം പറയുന്നു. വിസ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ചെറിയ അക്ഷരമായതുകൊണ്ട് സെൻസർ ബോർഡ് പറയുന്നു വലുതാക്കിയത് കൊണ്ടുവരണമെന്ന്. അൽഫോൺസ് പുത്രൻ്റെ അസിസ്റ്റൻ്റായ എഡിറ്റർ ആ സ്റ്റുഡിയോയിൽ ചെന്ന് ഈ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ച് ആ സൂട്ടിലിരുന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ആ ഹാർഡ് ഡിസ്കുമായിട്ട് പുറത്തേക്ക് പോകുക. അപ്പോൾ പിന്നെ ആ കമ്പ്യൂട്ടറിലൊന്നുമില്ല. അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് അൽഫോൻസ് പുത്രൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു എഡിറ്റർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഈ സിനിമ മുഴുവൻ. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹം അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനും ഇതിൻ്റെ എന്താ പറയുക, ഒരു കൃത്യതയോടുകൂടി ഇത് നോക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഷാജി നടേശനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ 10,000 രൂപ ഒരു പടത്തിന് വാങ്ങുകയാണ് പൈറസി പിടിക്കാനായിട്ട്. എത്ര കോടി രൂപ കഴിഞ്ഞ ഒരു 10 വർഷത്തെ സിനിമയിൽ നിന്ന് 10,000 രൂപ വെച്ച് വാങ്ങിയിരിക്കും നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ഇതേ പ്രൊഡ്യൂസർമാർ തന്നെ ഭീമാപള്ളി ചെന്ന് വ്യാജം വാങ്ങേണ്ട അവസ്ഥ. നമുക്ക് അവസാനത്തെ ഒരു മിനിറ്റിൽ അവസാനിപ്പിക്കാനുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ സിനിമയുടെ പല ഫോർമാറ്റുകൾ ഒരേ സമയം ആക്സസിബിൾ ആയിട്ടുള്ള ആരോമാണ് ഇത് ചോദിച്ചത്. അത് നമുക്ക് ആ ക്ലിപ്പിംഗ്സ് കണ്ടാൽ മനസ്സിലാവും. പല രീതിയിലുള്ള ക്ലിപ്പിംഗ്സ്. അത് ചേട്ടന് കുറച്ചുകൂടി സാങ്കേതികമായി അതിനെപ്പറ്റി പറയും. ക്യാമറ നേരിട്ട് എടുത്തിട്ടുണ്ട്, പല ഘട്ടങ്ങൾ പ്രോസസ്സിങ്ങിന്റെ പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്ന അല്ലെയും ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവരുടെ ഭാഷയിൽ സംസാരിച്ചു വന്നിട്ടുണ്ട്. അല്ലല്ല, ആരാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ഒരാളാണ്. എനിക്ക് ഈ സിനിമയുടെ ആരൊക്കെയാണ് ഉൾപ്പെട്ടതെന്ന് അറിയില്ല. ഇത് നിലവിലുള്ള സാഹചര്യത്തിൽ വസ്തുനിഷ്ഠമായി നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സിനിമയുടെ വിവിധ ഫോർമാറ്റുകൾ ഇടപെടാൻ പറ്റുന്ന ഒരാളാണ് ഇതിന് പിന്നിൽ എന്നുള്ള സൂചന മാത്രമാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. സാധ്യതയുണ്ടോ ശ്രീ ശാന്തി? സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും തോന്നുന്നൊരു സംശയം, ഇത് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിടത്തുനിന്ന് പോയ ഒരു കോപ്പി പോലെ ആയിരിക്കുന്നത്. കാരണം അത്ര പ്രൊഫഷണലായി എല്ലാ ലാസ്റ്റ് അവസാനം വരെ ഫ്രെയിം ടു ഫ്രെയിം അൽഫോൺസ് ഷൂട്ട് ചെയ്ത, പുത്രൻ ഷൂട്ട് ചെയ്ത ആദ്യ ഫ്രെയിം മുതൽ അവസാന ഫ്രെയിം വരെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ലാപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റുമാരാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസിസ്റ്റന്റുമാരിൽ ആരെന്തെങ്കിലും ആവാം. റൈറ്റ്. എന്തായാലും സൂചനകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പോലീസിൽ നിന്നും ആന്റി പൈറസി സെല്ലിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വന്നത് സൂചനകൾ മാത്രം. ഈ സൂചനകളെ വിശ്വസിക്കാമെങ്കിൽ അണിയറ പ്രവർത്തകർ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. അവരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇനിയും ഈ കാര്യങ്ങൾ ആവർത്തിക്കാനും പാടില്ല. മാതൃകാപരമായി ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരിക തന്നെ വേണം. സിനിമയ്ക്കും മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകർക്കുമൊക്കെ ആ രീതിയിൽ എല്ലാ പാപവും മാറ്റിക്കൊണ്ട്, ആരോപണം മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ആളുകളുടെ മുമ്പിലേക്ക് എത്താൻ തന്നെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ശാന്തിവിള ദിനേശ്, ശ്രീ ഷാജി നടേശൻ, ശ്രീ ഫക്രുദ്ദീൻ അലി.